ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ 3-ാം അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകം വരെയാണ് കണ്ടത്. ആ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ചിത്തശുദ്ധി നേടുന്നതിനു വേണ്ടി നാം കർമ്മയോഗത്തെയും അതിനുശേഷം നമ്മെ കൂടുതൽ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്ന അറിവിനെ പ്രാപ്തമാക്കുവാൻ ജ്ഞാനയോഗത്തെയും നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കണമെന്ന്. അതല്ലാതെ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടി മാറി നിൽക്കുകയല്ല നമ്മൾ വേണ്ടത്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാകും. എന്താണ് ഈ അറിവിൻ്റെ അഭാവത്തിൽ, അതായത് ഈ ജ്ഞാനയോഗത്തിൻ്റെ അഭാവത്തിൽ എല്ലാ കർമ്മങ്ങളെയും സന്യസിച്ച ഒരു വ്യക്തിക്ക് പൂർണ്ണത കൈവരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യം വ്യക്തമായി മനസ്സിലാക്കണം. ശ്രദ്ധിക്കൂ, വെറും കർമ്മങ്ങളെ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം, അതല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നും മാറി നിന്നതുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് പൂർണ്ണതയെ കൈവരിക്കാൻ സാധിക്കുന്നില്ല. ജ്ഞാനയോഗത്തിൻ്റെ അഭാവത്തിൽ, അതായത് ഈ അറിവിൻ്റെ അഭാവത്തിൽ വെറും കർമ്മങ്ങളെ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം, ബാഹ്യമായി സന്യസിച്ചതുകൊണ്ട് മാത്രം ആർക്കും പൂർണ്ണത കൈവരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു. 3-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം. നഹി കശ്ചിത് ക്ഷണമഭി ജാതു തിഷ്ടസ്യ കർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതിചൈർഗുണൈ. ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും ഒരു നിമിഷം പോലും ഒരു കർമ്മവും ചെയ്യാതിരിക്കുവാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മളെല്ലാവരും നിസ്സഹായരായി ഒന്നല്ലെങ്കിൽ ഒരു കർമ്മം ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത് പ്രകൃതിയുടെ പ്രേരണയാണത്. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠസ്യ കർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതിചൈർഗുണൈ. മനുഷ്യൻ നിസ്സഹായനായി ഓരോ നിമിഷവും ഒന്നല്ലെങ്കിൽ മറ്റൊരു കർമ്മങ്ങൾ ചെയ്യുവാൻ പ്രേരിതനാണ് നമ്മൾ ഓരോരുത്തരും. ഇനി നമ്മളിതിൻ്റെ ആഴത്തിലുള്ള അർത്ഥത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കൂ, മനുഷ്യൻ 3 ഗുണങ്ങളുടെ സ്വാധീനത്താൽ പ്രഭാവിതനാണ്. ഓരോ മനുഷ്യരും സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളും ഓരോ മനുഷ്യരിലുമുണ്ട്. ജന്മനാ നമ്മിൽ പ്രകടമാകുന്നതാണ് ഈ 3 ഗുണങ്ങളും, സത്വം, രജസ്, തമസ്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷത്തേക്ക് പോലും നമുക്ക് പ്രവൃത്തിരഹിതമായി ഇരിക്കാൻ സാധിക്കില്ല. വളരെ അത്ഭുതകരമായി തോന്നുന്നില്ലേ? ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. ഇതിൻ്റെ ഗഹനമായ അർത്ഥത്തെ ഗ്രഹിക്കുവാനുള്ള തീവ്രതയിൽ ചിന്തിക്കൂ, എങ്കിൽ ഇതിൻ്റെ മഹത്വം മനസ്സിലാകും. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ഒന്നും ചെയ്യാതെ പ്രതിമ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ദ്രിയശേഷി നഷ്ടപ്പെട്ടു എന്ന് തന്നെ മനസ്സിലാക്കാം. ഇനി നമുക്ക് മാനസികമായി ഒരു വിശ്രമം ലഭിക്കുന്നത് ഗാഢമായ നിദ്രയിൽ മാത്രമാണ്. ഉറക്കത്തിലും നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, മാനസികമായും ബുദ്ധിപരമായും. അതുകൊണ്ടാണ് നാം സ്വപ്നങ്ങൾ കാണുന്നത്. നോക്കൂ, ഈ ശരീരം വിശ്രമിക്കുമ്പോഴും നമുക്ക് വിശ്രമമില്ല. എന്തുകൊണ്ടാണ്? നാം സ്വപ്നം കാണുകയാണെങ്കിൽ അത് നമ്മുടെ വിശ്രമമല്ല, ഗാഢമായ നിദ്ര ഒഴികെ സ്വപ്നമില്ലാത്ത നിദ്ര. ആ സമയത്താണ് നമുക്ക് മാനസികമായി വിശ്രമിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ 3 ഗുണങ്ങളുടെ പ്രഭാവത്താൽ മനുഷ്യൻ ബന്ധിതനാണ്, പ്രവർത്തിക്കുവാനും അധ്വാനിക്കുവാനും. നോക്കൂ, അതുകൊണ്ട് എത്ര കാലം ഈ മനുഷ്യൻ ഈ 3 ഗുണങ്ങളുടെ സ്വാധീനത്താൽ പ്രഭാവിതനാണോ, ഈ 3 ഗുണങ്ങൾക്ക് നമ്മൾ അടിമകളാണോ, അത്രയും കാലത്തോളം നാം നിസ്സഹായരായി പ്രവർത്തിക്കുവാൻ ബാധ്യസ്ഥരാണ്. ചിന്തിക്കൂ, ആഴത്തിൽ ചിന്തിക്കൂ. ഇനി നമ്മൾ യാതൊരു കർമ്മവും ചെയ്യാതെ വെറുതെ ആലസ്യത്തിൽ അടിമപ്പെട്ട് ജീവിച്ചാലോ, അത് പ്രകൃതി നിയമത്തിനും വിരുദ്ധമാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക എന്നത് പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണ്. മാത്രവുമല്ല, നമുക്കറിയുന്നത് പോലെ അത് നമ്മുടെ പുരോഗതിക്ക് വലിയൊരു തടസ്സവും കൂടിയാണ്. ഇനി ഏതെങ്കിലും ഒരു ജീവി ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണെങ്കിലോ, അത് അവനും സമൂഹത്തിനും ദോഷം ചെയ്യും. നോക്കൂ, വെറുതെ ഒരു വ്യക്തി വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ച് ഒരു കർമ്മവും ചെയ്യാതിരുന്നാൽ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമല്ലേ അത് ഈ പ്രകൃതിയോടും? ചിന്തിച്ച് മനസ്സിലാക്കൂ ഇതിനെ. അതുകൊണ്ട് ഗീത ഇവിടെ നമ്മോട് പറയുന്നത് ഊർജത്തോടുകൂടി പ്രവർത്തിക്കുവാനാണ്. അതും ശരിയായ മനോഭാവത്തോടെ,
ശരിയായ ചിന്തനത്തോടുകൂടി പ്രവർത്തിക്കൂ. അതിലൂടെ നമ്മുടെ ഊർജം വ്യർത്ഥമാവുകയുമില്ല. എന്നു മാത്രമല്ല, നമുക്കും സമൂഹത്തിനും അതിലൂടെ പുരോഗതിയും ഉണ്ടാകും. ഇത്ര വ്യക്തമായ കാഴ്ചപ്പാടാണ് ഗീത നമുക്ക് നൽകുന്നത്. പക്ഷേ ഇതിനെ മനസ്സിലാക്കുവാൻ നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് സാധന അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കൂ. ഓരോ ദിവസവും യാതൊരു മുടക്കവും വരാതെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ ഒട്ടും മടിക്കരുത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും പ്രണാമം. ഹരി ഓം.